ഞാൻ അതല്ല ആലോചിച്ചത്. ഒരു സർവൈവറിന് 50 കൊല്ലത്തോളം ഈ നടത്തിയ എക്സോസ്റ്റീവായിട്ടുള്ള ഒരു ജേണി ഉണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ അവരോട് പറയുന്നത് ഇനിയും ആ യാത്ര പൊരുതൽ തുടരാനാണ്. പക്ഷെ പോസിറ്റീവാണ്, കാരണം സർക്കാർ അത് എപ്പീൽ പോവാം എന്നാണ് പറഞ്ഞത് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു ആയുസ്സിൽ എത്ര കാലമാണ് ഒരു നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഇതേ ജേണി ഇനിയും ആ ട്രെയിൽ തുടരണമല്ലോ എന്നാലോചിക്കുമ്പം അതാ നേരത്തെ പറഞ്ഞ നിരാശയും നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവുന്നതുമൊക്കെ അതുകൊണ്ടാണ്. ഇന്നലെ രാത്രി മെസ്സേജ് ചെയ്തിരുന്നു, ഇന്ന് വിധിക്ക് ശേഷം സംസാരിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടല്ല. ഐസ്ക്രീം പാർലർ കേസിൻ്റെ വിധി വരുമ്പം കോടതി പ്രമിസിനകത്ത് തന്നെ ലഡു വിതരണം ഉണ്ടായിരുന്നു. അവിടെ ഈ വിഷറി പോലെ 500 രൂപ നോട്ട് വെച്ചുകൊണ്ട് ഗാന്ധി പാപ്പ അമർ രഹേ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാഴ്ചകൾ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ നിരാശയാണ് പറഞ്ഞത്, ഈ വിധിയുടെ ഒരു നിരാശയല്ല. ഒരേ പാറ്റേൺ തന്നെ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും അത് തന്നെ ആവർത്തിക്കപ്പെടുന്നല്ലോ. നമ്മൾ വളരെ കാര്യമായിട്ട് കുറേ കാര്യങ്ങൾ WCC മുന്നോട്ട് വെച്ചിരുന്നു, സർക്കാർ കൂടെ നിന്നിരുന്നു, ഒരു കോൺക്ലേവ് വരെ നടന്നിരുന്നു. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അന്നത്തെ ഐസ്ക്രീം പാർലർ കേസ് മുതൽ ഒരു എന്താ പറയുക ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നിരാശ എന്ന് പറയാൻ കാരണം. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും പുറത്ത് നിർത്തിയതായിട്ട് എൻ്റെ ബോധ്യത്തിൽ അങ്ങനെയില്ല. അദ്ദേഹം അകത്ത് തന്നെയായിരുന്നു. പ്രധാനപ്പെട്ട ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ പെരുമാറേണ്ടതായ ആർട്ടിസ്റ്റുകളും റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ തന്നെ പരസ്യ പ്രസ്താവന പോലെ അദ്ദേഹത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്യമായിട്ട് വരിക, അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു സമയത്ത് പുറത്ത് നിർത്തപ്പെട്ട ഒരാളെ പിന്നെ എല്ലാം തെളിഞ്ഞ് അഗ്നിശുദ്ധി വരുത്തി അകത്ത് കയറുന്നു എന്നൊരു തോന്നൽ എനിക്കില്ല. അദ്ദേഹം ജയിലിലായപ്പോൾ പോലും മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലേഴ്സ് മുഴുവൻ അവിടെ ചെന്ന് അദ്ദേഹത്തിനെ കാണുകയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഇപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അത്രയല്ലേ ഉള്ളൂ. കാരണം നീതി കിട്ടുന്നത് വരെ ഇതിപ്പോൾ ഇനിയും ആവർത്തിക്കും എന്നുള്ളതാണ്. ഈ കോൺക്ലേവ് കൊണ്ട് പിന്നെ എല്ലാവരും പരിഹാസത്തോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തായി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ന് നടത്തുന്ന ഒരു അസോൾട്ടിന് ഇന്ന് വൈകുന്നേരം രാത്രിയാവുന്നതിന് മുമ്പേ തന്നെ പരാതി കൊടുത്ത ഒരാളുടെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് 10 കൊല്ലം മുന്നേ ഈ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് തെളിവ് വെച്ചിട്ടാണ് നമ്മൾ കോടതിയിൽ പോകേണ്ടത്? അത് സാധിക്കുകയില്ല. അത് നടക്കാത്തൊരു കാര്യമാണ്.